السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ തുച്ഛമായ ആയുസ്സിനിടയിൽ ഒരു റമദാനിലേക്ക് കൂടി കടക്കാൻ അൽഹംദുലില്ലാ മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. വെറുതെ ഇരുന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ പള്ളികളിൽ സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ, ക്ലാസ് എടുക്കാനും ഖുത്ബ നടത്താനും ഒക്കെ നേതൃപരമായ പങ്ക് വഹിച്ചിരുന്ന നമ്മുടെ ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാഹ് അടക്കം ഇങ്ങോട്ട് ധാരാളം ആളുകൾ ഈ കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ ദുനിയാവിൽ നിന്ന് യാത്ര പോയ ആളുകളാണ്. നമ്മുടെയൊക്കെ പലരുടെയും ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, നമ്മുടെ കൂടെ എല്ലാത്തിലും ഉണ്ടായിരുന്ന ആളുകൾ, ഏത് നന്മയുടെ സംരംഭങ്ങളെയും സഹായിച്ചിരുന്ന, സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ടൊക്കെ സഹായിച്ചിരുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് തന്നെ ആയുസ് അവസാനിച്ച് യാത്ര പോയ ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബർസ്ഥാനിൽ ചെന്ന് അദ്ദേഹം ദീർഘമായി അങ്ങനെ ഖബറുകൾ നോക്കി നിന്ന ഒരു ചരിത്രം ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ അത്തദ്കിറ ഫി അഹ്വാലിൽ മൗത്ത വൽ ആഖിറ എന്ന മരണവും പരലോകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ കിതാബിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ചെന്ന് ദീർഘമായി അങ്ങനെ നിൽക്കുകയാണ്. ഓരോ ഖബറുകൾ അങ്ങനെ നോക്കി. കുറേ പരിചയമുള്ള മനുഷ്യന്മാരുടെ ഖബറുകൾ അവിടെയുണ്ട്. വേണ്ടപ്പെട്ട ആളുകൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി പലരുമാണ് അവിടെ ആ 6 അടി മണ്ണിൽ കിടക്കുന്നത്. അദ്ദേഹം അങ്ങനെ നോക്കി നിന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖബറാളികളെ, എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്ന് നിങ്ങളൊന്ന് പറയൂ. ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പോയ ശേഷമുള്ളത് ഞങ്ങൾ പറയാം. നിങ്ങളുടെ വീടുകൾ മറ്റു പലരുമാണ് ഇന്ന് താമസിക്കുന്നത്. നിങ്ങളുടെ കച്ചവടങ്ങൾ ഇന്ന് മറ്റു പലരുമാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യമാരെ മറ്റു പലരും വിവാഹം ചെയ്തു പോയി. നിങ്ങളുടെ സമ്പത്തുക്കൾ ഇന്ന് അതിൻ്റെ ഉടമകൾ, അവകാശികളൊക്കെ മാറിക്കഴിഞ്ഞു.
എന്ന് അദ്ദേഹം അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലി, ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണല്ലോ എന്ന് സ്വന്തത്തോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ തിരിച്ചു പോരുന്നതാണ് ഇമാം ഖുർത്തുബി അവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മളൊക്കെ അവസ്ഥ അതുതന്നെയാണ്. കഴിഞ്ഞ റമദാനിൽ വരെ നമ്മളെ പള്ളിയിലുണ്ടായിരുന്ന പലർക്കും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും പള്ളിക്ക് വരാൻ കഴിയാതെ രോഗികളായി മാറിയവർ ഉണ്ട്. അപ്രതീക്ഷിതമായി രോഗം വന്ന് ഹോസ്പിറ്റലിലായി ഈ ദിവസങ്ങളിൽ പോലും നോമ്പെടുക്കാൻ കഴിയാതെ വേദനിച്ചും വിഷമിച്ചും കൊണ്ട് ആശുപത്രികളിൽ കഴിയുന്ന ആളുകളുണ്ട്. വ്യത്യസ്തമായ രോഗം കൊണ്ട് ആളുകൾ പരീക്ഷിക്കപ്പെടുന്നു. ഒട്ടനവധി ഫിത്നകളും ഫസാദുകളും നാട് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ തഖ്വയോടെ ജീവിച്ച പല ആളുകളും മതമൊക്കെ ഒഴിവാക്കി മറ്റു പല രൂപത്തിലേക്കും ജീവിത രീതികൾ മാറിയ മനുഷ്യന്മാരും നാട്ടിലൊക്കെ ഉണ്ട്. ഈ റമദാനിലും എൻ്റെ കച്ചവടം എങ്ങനെ ഉഷാറാക്കാമെന്ന് കരുതി നിസ്കാരവും ഇല്ല, ഖുർആനോത്തും ഇല്ല, നോമ്പുണ്ടെങ്കിലുണ്ട് അല്ലെങ്കിൽ അതുമില്ല എന്ന മട്ടിൽ എല്ലാ കച്ചവടങ്ങളെയും പരമാവധി ഓർഡർ സ്വീകരിച്ച് മറ്റു മാസങ്ങളെക്കാൾ ഏറെ ഈ മാസം കച്ചവട തിരക്കിൽ പെട്ട് എന്നുമുള്ള ഇബാദത്ത് കൂടി ചെയ്യാൻ കഴിയാതെ പോകുന്ന ഹതഭാഗ്യവാന്മാരും ഇന്ന് നമ്മുടെ നാട്ടിൽ കുറവൊന്നുമല്ല. അതിനൊക്കിടയിലാണ് അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ തന്നത്. വലിയ നിഅ്മത്തായി തന്നെ നാം അതിനെ കാണണം. നോമ്പെടുക്കാനും പള്ളിയിൽ വരാനും ജമാഅത്തുകൾ മുടങ്ങാതിരിക്കാനും ഖുർആൻ ഓതാനും ക്ലാസ് എടുക്കാനും കേൾക്കാനും എല്ലാമുള്ള ഒരു സാഹചര്യം കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. ചെറിയ കാര്യമല്ല. ഖിയാമത്തിലേക്ക് അടുക്കും തോറും നന്മകളുടെ സാഹചര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരും എന്നാണല്ലോ. കൽപ്പിക്കപ്പെട്ടതിൻ്റെ 10% അമൽ ചെയ്താൽ തന്നെ രക്ഷപ്പെടുന്ന ഒരു കാലം വരുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബിതങ്ങൾ ചെയ്യാൻ പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങളുടെ 10% പ്രാവർത്തികമാക്കിയാൽ തന്നെ രക്ഷപ്പെടും. അങ്ങനത്തെ കാലം ഉണ്ടാവുന്ന, അഥവാ 10% പോലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല, അതിന് മാത്രം സാഹചര്യം പ്രതികൂലമായിരിക്കുമെന്നാണ് അതിൻ്റെ അധ്യാപനം. ഏതായിരുന്നാലും ജീവിതത്തിൽ ഒരു റമദാൻ കൂടി കിട്ടി, നോമ്പുകാരായി പള്ളിയിൽ വന്നു, അൽഹംദുലില്ലാഹ്. ജമാഅത്തുകളൊക്കെ മുടങ്ങാതെ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് പലർക്കും സാധിച്ചു. അൽഹംദുലില്ലാഹ്. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കൊണ്ടുപോകാൻ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക എന്ന ഓർമ്മയാണ്, ബോധമാണ് നമ്മെ നയിക്കേണ്ടത്. എത്ര സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പടച്ച റബ്ബിനെ പറ്റിയുള്ള ബോധവും ആ ചിന്തയും ഓർമ്മയും തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നത്. ഞാൻ ഇന്നലെ ഒരു രോഗിയെ കാണാൻ പോയി. 35 വയസ്സ് പ്രായത്തിൽ ബ്ലഡ് ക്യാൻസർ വന്ന് വളരെ പ്രയാസപ്പെടുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു സഹോദരി. നമ്മുടെ ജാമിഅ അൽ ഹിന്ദിൻ്റെ സംരംഭമായ സ്കൂൾ ഓഫ് ഖുർആനിലെ അധ്യാപികയാണ്. ഒട്ടും സംസ്കാരമില്ലാത്തൊരു പ്രദേശം, മൃഗതുല്യമായി ജീവിക്കുന്ന മനുഷ്യന്മാർ, ലക്ഷ്യബോധമില്ലാത്ത ഒരുപാട് ആളുകൾ, ജാതിയും മതമൊന്നുമില്ലാതെ ജീവിതത്തിന് ലക്ഷ്യം പോലും അറിയാതെ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത്, അതിനിടയിൽ ഒരു വാടക വീട്ടിൽ തൗഹീദ് കിട്ടിയ തൗഹീദിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയ ഒരു കുടുംബം. ഭർത്താവ് ഒരു ഡ്രൈവറാണ്, ലോഡിങ് അൺലോഡിങ് വർക്ക് ചെയ്യുന്ന വളരെ ദരിദ്ര കുടുംബത്തിലെ ഒരു അംഗമാണ്. അതിനിടയിലാണ് അവർ തൗഹീദ് കിട്ടി ഖുർആൻ പഠിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപികയായി, അതും ജാമിഅ അൽ ഹിന്ദിൻ്റെ ഒരു സെൻറ്ററിൽ അധ്യാപികയായി വരാനവസരമുണ്ടായി. അതിനിടയ്ക്കാണ് ഈ 35 വയസ്സിൽ ക്യാൻസർ വരെ പിടികൂടുന്നത്. പടച്ച റബ്ബ് പരിപൂർണമായ ശിഫ നൽകി ആ സഹോദരിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയ്ക്കുള്ള മനുഷ്യൻ്റെ ജീവിതമെന്നാണ് അതിനുള്ള പാഠം. വല്ലാത്തൊരു അത്ഭുതം തോന്നി അവിടെ
സംസാരത്തിലെ ആ ഒരു സമാധാനവും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു വല്ലാത്തൊരു തവക്കുലും ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മേൽക്കുമേലെ വന്നിട്ടും സാമ്പത്തികമായി ഒന്നുമില്ല, ആരെങ്കിലും വല്ലതും നൽകിയിട്ട് വേണം വല്ല മരുന്നെങ്കിലും വാങ്ങാൻ, എന്നിട്ട് പോലും അവരുടെ ആ വല്ലാത്തൊരു തവക്കുൽ, സന്തോഷത്തോടെയുള്ള അവരുടെ സംസാരം, പടച്ച റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതൊക്കെ വലിയ പാഠം തന്നെയാണ്. നമുക്ക് തോന്നിപ്പോയി പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ അത്രയൊക്കെ ഒരു ഈമാനും യക്കീനും ഉണ്ടാകുമോ എന്ന് സംശയിച്ചു പോകുമാറുള്ള ഒരു ഈമാനാണ് അവരുടെ സംസാരത്തിൽ നമുക്ക് പ്രകടമായത്. അപ്പം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒരു കോണിൽ വെച്ച് ജീവിതം വഴിമാറി സഞ്ചരിക്കുമെന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. പെട്ടെന്നൊരു രോഗം വന്നു, ക്യാൻസറാണെന്ന് അറിയുമ്പോൾ അതോടെ ജീവിതത്തിലെ മുഴുവൻ റൂട്ടും അങ്ങ് മാറുകയാണല്ലോ. പിന്നെ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും മരുന്നുകളും എല്ലാം അങ്ങനെ ആയി. പിന്നെ ജീവിതം പ്രതീക്ഷിക്കാതെ ജീവിതത്തിൻ്റെ റൂട്ടൊന്നാകെ മാറിപ്പോവുകയാണ്. ജാമ്യയിലെ മറ്റു ഉസ്താദ് തോഹ അൽ ഹിക്കമി കഴിഞ്ഞ റമദാനിൽ ഇവിടെ ക്ലാസ് എടുത്തതാണ്. പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു രോഗം വന്ന് അഡ്മിറ്റായി, ദിവസങ്ങളായി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ബ്രെയിനിന് ഇൻഫെക്ഷൻ വന്നതാണ്. ജാമ്യയിലെ ഇഫ്ള് സ്ഥാപനത്തിലെ അധ്യാപകനാണ്, ഹിക്കമിയാണ്. വളരെ ചെറിയ പ്രായമാണ്. ഈ റമദാനിൽ ധാരാളം ക്ലാസ് അദ്ദേഹം വ്യത്യസ്തമായ പള്ളികളിൽ ഏറ്റിട്ടുണ്ട്. ഇന്നതൊന്നും ചെയ്യാൻ കഴിയാതെ, നോമ്പ് പോലും നോക്കാൻ കഴിയാതെ ഇപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. പടച്ച റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നമുക്ക് കിട്ടിയ നിഅമത്തിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് എത്ര വലിയ ഖൈറാണ്, എത്ര വലിയ നിഅമത്താണ് നമുക്ക് റബ്ബ് തന്നത് എന്ന ആ തിരിച്ചറിവ് ഉണ്ടാവുക. ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആയിരിക്കുമെന്ന ആ ഒരു ബോധമാണ് അതിൻ്റെ കൂടെ നമുക്കുണ്ടാവേണ്ടത്. അടുത്ത റമദാനിൽ ഉണ്ടാവില്ല, സാധ്യതയില്ല. ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ്, ഇനി റമദാനിൽ ഉണ്ടാകണമെന്നില്ല എന്ന് നമ്മളെപ്പറ്റി ആലോചിക്കണം. നിസ്കരിക്കാൻ പോകുമ്പോൾ പോലും ഉണ്ടാവേണ്ട മനസ്സായി ഉമർ ഖത്താബ് പഠിപ്പിച്ചങ്ങനെയാണ്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ എന്നാണ്. യാത്ര ചോദിച്ചു പോകുന്ന ഒരാൾ നിസ്കരിക്കുന്നത് പോലെ നീ നിസ്കരിക്കാന്നാണ്. പള്ളിക്ക് വരുമ്പോൾ ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഇനി അസർ നമ്മൾ വരൂല, അതിനു മുമ്പ് മരിക്കും, ഇതെൻ്റെ അവസാനത്തെ ജമാഅത്താണ്, ഈ പള്ളിക്ക് ഞാൻ അവസാനമായി വരികയാണ്, ഇനി പള്ളിക്ക് ഞാൻ വരൂല എന്ന ഒരു മനസ്സിലാണ് ഇന്ന് ളുഹ്ർ നിസ്കരിക്കാൻ നമ്മൾ വന്നതെങ്കിൽ ആ നിസ്കാരത്തിന് ഭക്തി കൂടും. ആ നിസ്കാരത്തിന് വല്ലാത്ത ഖുശൂഅ് നമുക്കുണ്ടാകും. ആ പള്ളിയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓരോരുത്തരെയും കണ്ട് സലാം പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ ഇത് അവസാനത്തെ കാഴ്ചയാണ്, ഇനി കാണൂല, ഇനി വരൂല, ഞാൻ പോവുകയാണ്, യാത്ര പോവുകയാണ് എന്ന ആ മനസ്സായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ ഒരാളോട് മനസ്സിൽ പിന്നെ വെറുപ്പുണ്ടാവില്ല, പിന്നെ ആരെയും വേദനിപ്പിക്കാൻ ആ വരവിൽ നമ്മൾ ശ്രമിക്കൂല. എല്ലാവരും കൂടെ പൊരുത്തപ്പിടിച്ചും എല്ലാവരും സന്തോഷമായി പെരുമാറിയും അവസാനത്തിൽ ഇറക്കപ്പെടുത്ത് ഇറങ്ങുമ്പോണ്ടാകുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് ഓരോ നിസ്കാരത്തിനും വേണമെന്നാണ്. സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, യാത്ര പറഞ്ഞ് പോകുന്ന ഒരാൾ നിസ്കരിക്കും പോലെ നീ നിസ്കരിക്കുക. എങ്കിൽ നോമ്പും അങ്ങനെ തന്നെയാണ്. അവസാനത്തെ നോമ്പ് പോലെ യാത്ര പറയുന്ന, ഇനി റമദാനിൽ നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന ആ മനസ്സാണ് റമദാനിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും മാറേണ്ടതൊക്കെ മാറും, മാറ്റേണ്ടതെല്ലാം മാറ്റും. സ്വഭാവത്തിലും സംസ്കാരത്തിലുമൊക്കെ എവിടെയൊക്കെ എഡിറ്റിംഗ് ആവശ്യമുണ്ടോ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു പുതിയ മനുഷ്യനാവാൻ ഒരു റമദാനെ കൊണ്ട് ഒരാൾക്ക് തീർച്ചയായും സാധിക്കണം. ഈ റമദാൻ നമ്മൾ ഒരു ജിഹാദിൻ്റെ മാസമായി കാണുക. നമ്മളൊരു ജിഹാദിലാണ്, ഒരു യുദ്ധത്തിലാണ്, പരിശ്രമത്തിലാണ്. ആരോടാണ് ജിഹാദ്? നമ്മോടാണ് ജിഹാദ്. നമ്മൾ നമ്മോട് തന്നെ ജിഹാദ് ചെയ്യുന്നതായിട്ട് ഒരു മാസത്തെ നമ്മൾ കണക്കാക്കുക. സ്വന്തത്തെ കീഴ്പ്പെടുത്തി നമ്മൾ പല വിഷയത്തിലും, വിശന്നാലും ഭക്ഷണം കഴിക്കൂല, ദാഹിച്ചാലും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, ഒരു കഫം പോലും
ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ പാലിക്കുന്നുണ്ട്. വുളൂ ചെയ്യുമ്പോൾ പോലും അറിയാതെങ്കിലും ഒരു മുറുക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും പണ്ഡിതന്മാർ ചോദിച്ചും അറിഞ്ഞും അങ്ങനെ ഉണ്ടായാൽ നോമ്പ് മുറിയോ, ഇങ്ങനെ ആയാൽ നോമ്പ് മുറിയോ എന്നൊക്കെ ചോദിച്ച് ജാഗ്രത പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊരു ജിഹാദാണ്. സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന ഒരു ജിഹാദ്, ഒരു ത്യാഗ പരിശ്രമം. എങ്കിൽ ആ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും നമ്മോട് ഒരു ജിഹാദായി ഈ ഒരു മാസത്തെ നമ്മൾ പ്രഖ്യാപിച്ചാൽ അത് പിന്നീട് ഇനി ബാക്കിയുള്ള ആയുസ് എത്രയാണെങ്കിലും ആ ആയുഷ്കാലത്തേക്ക് മുഴുവനുമുള്ള ഒരു വഴി വെട്ടിത്തെളിക്കാൻ നമുക്കതിലൂടെ സാധിക്കും. ബദർ ഒരു ജിഹാദായിരുന്നുവല്ലോ. ബദർ യുദ്ധത്തിലുണ്ടായ വിജയമാണ് പിന്നീട് ഉഹദിലും ഖന്തക്കിലും ഹുനൈനിലും എല്ലാം ഇറങ്ങാൻ വിശ്വാസികൾക്ക് ആത്മധൈര്യം നൽകിയത്, പ്രചോദനമേകിയത് ഒരർത്ഥത്തിൽ ബദറായിരുന്നു. ശേഷമുള്ള പല യുദ്ധങ്ങളിലും വിജയവും പരാജയവും ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ബദറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല. ഉഹദിൽ ചില പരാജയങ്ങൾ ഉണ്ടായപ്പോഴും അല്ലാഹു തആല പറഞ്ഞത് ഇതിലും വലുത് നിങ്ങൾക്ക് പണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്നാണ്. ബദറിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആല ഇംറാൻ സൂറയിൽ അല്ലാഹു തആല അത് പരാമർശിച്ചത്. അപ്പോൾ എന്നതുപോലെ വിശുദ്ധ റമദാൻ ഒരു മാസം ജിഹാദിൻ്റെ മാസമായി നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ജീവിതത്തിലേക്ക് മുഴുവനും ഉള്ള ഒരു വഴി വെട്ടിത്തെളിക്കാൻ ആ ജിഹാദിലൂടെ നമുക്ക് സാധിക്കും. ഒരുപാട് കാലമായി ആഗ്രഹിച്ചിട്ട് നടക്കാത്ത പല നന്മകളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കുറേ കാലമായി ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതുകൂടെ ആയിക്കിട്ടില്ല. ബാക്കിയൊക്കെ ആകും, പക്ഷേ അതിലേക്ക് എത്തുന്നില്ല. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ടാവും. അതിനൊക്കെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റിയ സമയമാണ് റമദാൻ. ഒന്നാമതായി ഫർളുകളുടെ കാര്യം തന്നെയാണ്. എന്തു വന്നാലും ജമാഅത്ത് മുടങ്ങാതെ 5 വക്തും പള്ളിക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നിന്നും. പക്ഷെ പലപ്പോഴും അതിൽ പരാജയപ്പെടലാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ജമാഅത്തുകൾ നഷ്ടപ്പെടുന്നു, പള്ളിയിലേക്ക് വൈകിയെത്തുന്നു. എന്തെങ്കിലുമൊക്കെ ന്യായം കണ്ടെത്തി അതങ്ങനാണ്ട് തൽക്കാലം മറികടന്ന് പോകുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാ ദിവസവും 5 നേരത്തെ ജമാഅത്ത് കൃത്യമായി കിട്ടുക എന്നത് ആഗ്രഹമാണെങ്കിലും അവിടെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. എന്നാൽ അത് നേടിയെടുക്കാൻ പരിശീലിക്കാവുന്ന, ആ രംഗത്ത് ജിഹാദ് ചെയ്യാവുന്നൊരു മാസമായി നമുക്ക് ഈ മാസത്തെ കാണാൻ പറ്റും. ഈ റമദാനിൽ 30 നോമ്പ് കിട്ടിയാൽ 150 വക്തുണ്ടാവും. ആ 150 വക്തും ജമാഅത്തായി നിസ്കരിക്കണമെന്നാണ് തീരുമാനിക്കുക. അതിന് എന്ത് വന്നാലും വേണ്ടില്ല. അതിനുവേണ്ടി എന്ത് നീക്കുപോക്കുകൾ ചെയ്യേണ്ടി വന്നാലും, ചിലപ്പോൾ ഉറക്കം കുറച്ച് വേണ്ടതൊക്കെ വരും, ചില യാത്രകൾ കട്ട് ചെയ്യേണ്ടി വരും, ചില യാത്രകൾ ക്രമീകരണങ്ങൾ മാറ്റേണ്ടി വരും. എന്തായാലും വേണ്ടില്ല, ഈ 150 വക്തും ജമാഅത്തായി നിസ്കരിക്കും എന്നാണ് ഉറപ്പിച്ച് ഒരു ജിഹാദ് നടത്തി അതങ്ങ് നേടാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അതിനും കഴിയും. പട്ടിണി കിടക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ, ക്ഷീണമുള്ള, ദാഹമുള്ള, തളർച്ചയുള്ള, ഉറക്കമുള്ള ഈ സമയത്ത് കഴിഞ്ഞുവെങ്കിൽ, അതൊന്നുമില്ലാത്ത സമയത്ത് ഏതായാലും പറ്റൂല. അതൊരു പരിശീലന കളരിയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർളുകളുടെ മുമ്പും ശേഷവുമുള്ളതും അല്ലാത്തതുമായ സുന്നത്തുകൾ, അതൊക്കെ പരമാവധി ചെയ്യണമെന്ന് ആർക്കും ആഗ്രഹമില്ലാത്തത്. പക്ഷെ പലപ്പോഴും അവിടെ എത്തിപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഒന്നുമില്ല, ചെറിയൊരു ശ്രദ്ധ കുറവ് കൊണ്ടാണ്. പലതും വിചാരിക്കും, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ റമദാൻ വന്നപ്പോഴോ നമ്മളൊക്കെ പരമാവധി വർദ്ധിപ്പിച്ചു. എല്ലാവരും പള്ളിക്കെത്തി, എല്ലാവരും നേരത്തെ വന്നു, എല്ലാവരും വന്ന് സുന്നത്ത് നിസ്കരിച്ച് മുസാഫെടുത്ത് ഓതി ഇഖാമത്ത് സമയമാകാൻ വേണ്ടി കാത്തിക്കണ ലെവലിലേക്ക് എല്ലാ പള്ളികളും മാറി. രാത്രി ദീർഘമായി നിസ്കരിക്കാൻ നമുക്ക് പ്രയാസമില്ല. 3/4 മണിക്കൂറും 50 മിനിറ്റൊക്കെ തറാവീഹ് നിസ്കരിക്കാൻ നമുക്ക് ആവേശമാണ്. സാധാരണ ഭക്തന് ഇമാമ് 2000 ഏറെ ഊതിയാൽ പോലും പലപ്പോഴും പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. ഖുതുബ 5 മിനിറ്റ് നീണ്ടാൽ എന്താ പത് ഇന്ന് കുറച്ച് ഏറിയല്ലോ, എന്ത് പറ്റും ഒരു പ്രാവശ്യത്തെ ഖുതുബ കുറച്ച് ഏറിയല്ലോ എന്ന് ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഇപ്പോഴും 3/4 മണിക്കൂർ ഒന്നാകെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കാൻ പോലും നമുക്ക് പ്രയാസമില്ല. ആവേശത്തോടെ നിൽക്കുന്നു,
കുടുംബസമേതം വരുന്നു, എല്ലാവരും അത് നല്ല ആസ്വദിച്ച് തന്നെ ആത്മാർത്ഥമായി നിർവഹിക്കുന്നു എങ്കിൽ അതൊരു പരിശീലനമാണ്. അവിടുന്ന് അങ്ങോട്ട് ഇനി ബാക്കിയുള്ള ആയുസ്സിന് മുഴുവനും എനിക്കത് അങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുകയും ആ ജിഹാദിൽ വിജയിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യണം നമ്മൾ. സുന്നത്ത് നോമ്പുകളും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ വന്നു പോവാറുണ്ട്, പക്ഷെ പലപ്പോഴും നോൽക്കതില്ല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട്, നമുക്കൊക്കെ അറിയാം. എന്താ നോൽക്കാൻ തടസ്സം? ഒന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും, തിങ്കളാഴ്ച ആകുമ്പോൾ ഇന്നിപ്പോൾ ഒരു വഴിക്ക് പോകാണ്ട് ഇന്നിപ്പോൾ നോറ്റാൽ ശരിയാവില്ല, വ്യാഴാഴ്ച നോൽക്കാം. ഞാനൊക്കെ അങ്ങനെയാണ്, പലപ്പോഴും നോൽക്കൂല, അങ്ങനെ പോകും. എന്തൊരു കാരണം ഉണ്ടാവും? വൈകുന്നേരം വഴുതുണ്ട്, അപ്പം ഇനിയിപ്പോൾ ഒന്ന് നോമ്പറ്റ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ യാത്രയാണ്, ഇനിയിപ്പോൾ നോമ്പറ്റ പ്രയാസമാവും. പക്ഷേ റമദാൻ മാസം വരുമ്പോൾ യാത്ര പ്രശ്നമില്ല, വഴുത പ്രശ്നമില്ല, ക്ലാസ് പ്രശ്നമില്ല. 2, 3, 4 ക്ലാസ് എടുത്താലും ഒരു പ്രയാസം തോന്നുന്നില്ല. കേരളം മൊത്തം യാത്ര ചെയ്താലും പ്രത്യേകിച്ച് പ്രയാസം തോന്നുന്നില്ല. അതൊന്നും നോമ്പിന് ഒരു പ്രശ്നമായി തോന്നുന്നില്ല. അപ്പോൾ പറ്റും, കഴിയുമെന്നാണല്ലോ അതിനർത്ഥം. ഒന്നുകൂടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. മനസ്സ് തയ്യാറായാൽ ശരീരം കീഴ്പ്പെടും. മനസ്സ് തളർന്നാൽ ശരീരം മനസ്സിനെ കീഴ്പ്പെടുത്തും. അത് ശരീരത്തിൻ്റെ പ്രത്യേകത. നമ്മൾ എങ്ങനെ ശരീരത്തിന് വിട്ടുകൊടുത്തോ അങ്ങനെ ശരീരം പോവുക. ശരീരത്തെ നിയന്ത്രിച്ചാൽ ഏത് വഴിക്കും കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ആ നിലക്കൊക്കെയുള്ള ഒരു ജിഹാദായി ഈ ഒരു മാസത്തെ കാണാൻ പറ്റിയാൽ തീർച്ചയായും ബാക്കിയുള്ള ആയുസ്സിലേക്ക് മുഴുവനും വെളിച്ചം വീശാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം, ഖുർആൻ പാരായണം, ഖുർആൻ്റെ പഠനം, ഇതൊന്നും ഇപ്പോൾ നമുക്ക് സൗകര്യമില്ലാത്തതുകൊണ്ടല്ലല്ലോ. നമ്മൾക്ക് മൊബൈലിൽ ഖുർആനുണ്ട്, ആപ്പുണ്ട്. എപ്പോഴും എവിടെയും ഓതാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. യാത്രകളിൽ, വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഓതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഓതാൻ പ്രയാസമുണ്ടോ, കേൾക്കാൻ സംവിധാനമുണ്ട്. അർത്ഥം പഠിക്കാൻ ഇഷ്ടംപോലെ സംവിധാനമുണ്ട്. എവിടെയും മുസ്ഹഫിൻ്റെ കോപ്പികൾ ധാരാളമുണ്ട്. അതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പലപ്പോഴും അതങ്ങനെയാണ് പോവണം. അതൊക്കെ ചെയ്യാനൊക്കെയാണ് വിചാരിക്കും, പക്ഷേ അതിങ്ങനെ എത്തിപ്പെടുന്നില്ല. പക്ഷെ റമദാനായപ്പോൾ മാറ്റം വന്നു. നമ്മളൊക്കെ ഇപ്പോൾ കുറച്ചെങ്കിലും ഒക്കെ ഓതിയല്ലോ. റമദാനിലേക്ക് എത്തിയിട്ട് 24 മണിക്കൂറായിട്ടില്ല. അതിന് മുമ്പ് തന്നെ കുറച്ചൊക്കെ അൽഹംദുലില്ലാ ഓതിയല്ലോ. മിഞ്ഞാന്ന് ഓതാത്തത്ര ഇന്നലെ ഇന്നൊക്കെ നമ്മൾ ഓതിയില്ലേ. അപ്പം കഴിയും എന്നായി അർത്ഥം, പറ്റും. ഒന്ന് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. എങ്കിൽ ആ ഒരു നിശ്ചയദാർഢ്യം, ആ ഹിമ്മത്ത്, മനക്കരുത്ത്, അതാണ് ആകെ നമുക്ക് കുറവുള്ളത്. ബാക്കിയൊക്കെ ഉണ്ട്. ബാക്കി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. പള്ളിയുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, തടിക്ക് അസുഖമൊന്നുമില്ല, ആവശ്യത്തിന് പണമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ആകെ കുറവ് മനസ്സതിന് പാകപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ്. അതിനെ പാകപ്പെടുത്തുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു എന്ന ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. സ്വയം സംസ്കാരം നേടിയെടുത്തവൻ വിജയിച്ചു. റബ്ബിനെ ഓർത്തവൻ, നിസ്കരിച്ചവൻ, പ്രാർത്ഥിച്ചവൻ വിജയിച്ചു. പക്ഷേ ബൽ തുസിറുൽ ഹയാത്ത ദുനിയ, എന്നാൽ നിങ്ങളൊക്കെ പ്രാമുഖ്യം നൽകുന്നത്, തിരഞ്ഞെടുക്കുന്നത് ദുനിയാവിലെ ജീവിതത്തിലാണ് എന്നാണ്. അപ്പം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് കീഴ്പ്പെടുത്തി നമ്മുടെ ശരീരത്തെ നമ്മുടെ പരിധിയിൽ നിർത്തി അല്ലാഹു റസൂലും പഠിപ്പിച്ച രൂപത്തിൽ മാത്രം ഒരു ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ റമദാനിൽ നേടേണ്ട ഏറ്റവും വലിയ നേട്ടമെന്നത്. അതേപോലെ നമുക്കൊക്കെ ചില സ്വഭാവങ്ങളുണ്ടാവും. അത് നമുക്കും അറിയാം അത്ര നല്ല സ്വഭാവമല്ല. ചിലപ്പോൾ പെരക്കാർ പറയും, ഭാര്യ പറയും, മക്കൾ പറയും, ചിലപ്പോൾ ആരും പറഞ്ഞോളുന്നില്ല, അല്ലെങ്കിൽ ഒപ്പമുള്ളവൻ പറയും. നമുക്കൊന്നും അറിയാം ആ സ്വഭാവത്തെ നല്ലതല്ല. പക്ഷെ എന്തോ അറിയാം, അങ്ങോട്ട് മാറണില്ല. മാറ്റാനൊക്കെ വിചാരിക്കുന്നില്ല, പക്ഷെ കഴിയുന്നില്ല. അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, ഉണ്ടാകാൻ പറ്റൂല, ഉണ്ടാകാൻ പാടില്ല, എന്നാലും മാനുഷികമായി ഉണ്ടാവാം. അതൊക്കെ മാറ്റാൻ കൂടി പറ്റിയ സമയമാണ് റമദാൻ. ചില ദുശ്ശീലങ്ങൾ, പുകവലി പോലെയുള്ള, അല്ലെങ്കിൽ ആ നിലക്കുള്ള വ്യത്യസ്തമായ തെറ്റായ ശീലങ്ങൾ, മൊബൈൽ ഫോണുകൾ, തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ, സ്വകാര്യതയിൽ എല്ലാ തിന്മയും കണ്ട്, എല്ലാ തോന്നിവാസങ്ങളും കണ്ട് അതിലൂടെ പോണ കുറേ മനുഷ്യന്മാരുണ്ടാവും. പുറത്തേക്ക് ഒരു നല്ല ഉഷാറാണ്,
പള്ളിയിലുണ്ട്, പള്ളി കമ്മിറ്റിയിലുണ്ട്, എല്ലാ രംഗത്തും മുമ്പ് തന്നെ ഉണ്ടാകും. പക്ഷേ സ്വകാര്യതയിൽ എല്ലാ തിന്മകളുടെയും പിന്നാലെയാണ് അവരുള്ളത്. അതൊക്കെ മാറ്റണമെന്ന് ഓരോ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ കഴിയുന്നില്ല. അതൊക്കെ കഴിയും ഈ റമദാനിൽ. ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുപോലെയുള്ള എല്ലാ തെറ്റായ ശീലങ്ങളും ദുസ്വഭാവങ്ങളും, ദേഷ്യം, വാശി, ആ നിലയ്ക്കുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങൾ, ഇതൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പറ്റൂല. പക്ഷേ മനുഷ്യന്മാരാണല്ലോ, ഒക്കെ ഉണ്ടാവും. ചില മനുഷ്യന്മാർ ഭയങ്കര ദേഷ്യമാണ്, എവിടെയും ചൂടാകുക. മനുഷ്യന്മാർക്ക് ഒരു വർത്തമാനം പറയാൻ പോലും പേടിക്കാറ്. ഒരു കണ്ടാൽ തന്നെ വേചാറിഞ്ഞപ്പോൾ അയാൾ എന്ത് പറഞ്ഞാലും എന്താ അയാൾ പറയാമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള അടുക്കാൻ പോലും ആൾക്കാർ പേടിക്കുന്ന ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ റമദാനിലാണൊക്കെ മാറേണ്ടത്. പലപ്പോഴും നാട്ടിൽ തിരിച്ചാണ്ടാവുക. റമദാൻ മാസമായ പിന്നെ അടുക്കാൻ പറ്റുന്ന കുളത്തിലാണ്. നോമ്പ് തലി കയറിയെന്നറിയാം. നോമ്പ് തലി കയറിയാൽ നന്നാകുക ചെയ്യാം. ഇത് തിരിച്ചാണ്. നോമ്പ് തലി കയറിയാൽ പിന്നെ അടുക്കാൻ പറ്റാത്ത കുളത്തിൽ ഭയങ്കര പൊട്ടിത്തെറിച്ച് ചൂടായി അങ്ങാടിയിലൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെ കാണാം. ആൾക്കാർ പറയുന്നത് നോമ്പ് തലി കയറിയതാണെന്ന്. തിരിച്ചാണ്. നോമ്പ് തലി കയറാത്തതുകൊണ്ടാണ്. നോമ്പ് തലി കയറിയിരുന്നുവെങ്കിൽ ആ സ്വഭാവം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മളെപ്പറ്റി ആലോചിക്കുക. എന്നാൽ എനിക്ക് എന്താണ് എഡിറ്റ് ചെയ്യാനുള്ളത്, എൻ്റെ സ്വഭാവത്തിലൂടെ കുഴപ്പമുള്ളത്, അത് മാറ്റുക. ഹറാമായ സമ്പാദ്യങ്ങൾ, പലിശ വാങ്ങുന്ന മനുഷ്യന്മാർ, പലിശ കൊടുക്കുന്ന മനുഷ്യന്മാർ, പലിശ വാങ്ങുന്നതിൽ ഒരു പക്ഷേ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ പലിശ കൊടുക്കുന്നവർ പലപ്പോഴും ഉണ്ട്. ഒരിക്കലും വിചാരിക്കാത്ത ആളുകൾ പോലും പലിശയിൽ പോയി പെട്ടവർ എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. പലിശ പോയി പെടൂല, പലിശ പോയി തല വെക്കാനേ ഉണ്ടാവുള്ളൂ. പോയി പെടുന്നു ചെല്ലും. വിചാരത്തിൽ പോയി പെട്ടേക്കാം. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അറിയാതെ നോക്കിപ്പോയി, അതാണ് പിടുത്തം വിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേക്കാം. പലിശയിൽ എങ്ങനെ പോയി പെടുക ഉണ്ടാവുന്നില്ലോ. അത് അവനാൻ ആലോചിച്ചും ചിന്തിച്ചും അവിടുന്ന് ഫോം വാങ്ങി പൂരിപ്പിച്ചും കൊടുത്തിട്ടാണോ പലിശക്ക് പോണത്. അല്ലാതെ വെറുതെ പലിശ പോയി കൊടുക്കുന്നില്ല. അല്ലാത്തൊക്കെ ചിലപ്പോൾ പെട്ടുകൂടായില്ല. അങ്ങനെയൊക്കെയുള്ള പല ആളുകളും ഉണ്ട്. വീട് പണയം വെച്ചവർ, മറ്റു പലരും പണയപ്പെടുത്തിയവർ, മാസാമാസം അതിന് അടമടക്കുന്ന ആളുകൾ. എന്തു ന്യായം പറഞ്ഞാലും ശരി, അത് ന്യായമല്ല എന്ന് ഉറപ്പെടുത്തുക. അള്ളാഹിനോടും റസൂലിനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് പലിശ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും ആലോചിക്കാനില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ഒഴിവാകാൻ കൂടി ഈ സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ നല്ല നല്ല ബന്ധങ്ങൾ, പാലിക്കേണ്ട കടപ്പാടുകൾ, അതൊക്കെ കുറവുണ്ടെങ്കിൽ ക്ലിയറാക്കാൻ ശ്രമിക്കുക. ഉമ്മയോട്, വാപ്പയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോടൊക്കെ, അയൽവാസികളോട്, കുടുംബങ്ങളോടൊക്കെ നിസ്സാര കാര്യങ്ങളിലായി ചിലപ്പോൾ തെറ്റിപ്പിന്നൊക്കെ പോയ കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. നിസ്സാര വിഷയം ഒന്നുമില്ല, എത്രയോ കാലമായി പോയി നോക്കിയിട്ട് അങ്ങനത്തെ വളരെ അടുത്ത മഹറമായ ബന്ധങ്ങൾ പോലും പലർക്കും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ആവണം. മാതാപിതാക്കളുള്ള ഇടപാടുകൾ ശരിയല്ലെങ്കിൽ അത് ശരിയാക്കണം. അത് ശരിയാക്കാതെ ബാക്കി ഒന്നും കാര്യമില്ല. അതൊക്കെ തുറന്ന് പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് ഒരു പുതിയ ജീവിതം, അതാണ് ഈ റമദാനിൽ നമുക്കുണ്ടാവേണ്ടത്. ഒരു ജിഹാദ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ജിഹാദ് വേണം. ആ ജിഹാദ് നമ്മൾ നടത്തുന്ന ജിഹാദാണ്. നമ്മോട് നടത്തുന്ന ജിഹാദ്. ബാക്കി എല്ലായിടത്തും നമുക്ക് പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പള്ളി കമ്മിറ്റി നമ്മൾ ഉഷാറാണ്, നാട്ടിൽ നമ്മൾ ഉഷാറാണ്, നാട്ടിലേക്ക് നമ്മൾ വളരെ നല്ലവനാണ്. പക്ഷേ ഇങ്ങനെയുള്ള പല രംഗത്തും നമുക്ക് പരാജയം ഉണ്ടാകും. അത് എനിക്കറിയാം, എനിക്കെവിടെ പരാജയം, ഓരോരുത്തർക്കും അറിയാം ഞാൻ ഇവിടെ പരാജയം. അത് മനസ്സിലാക്കി ഈ റമദാൻ മാസത്തിൽ അതാണ് ക്ലിയർ ആക്കണം എന്നാണ് ഉറപ്പിച്ച് റബ്ബിൽ തവക്കുലാക്കി പ്രാർത്ഥിച്ച് അതിനാണ്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിയാൽ അതിന് തീർക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അല്ലാതെ ഇങ്ങനെ നമ്മൾ പകല് പട്ടിണി കിടന്ന് രാത്രി പള്ളിക്ക് നിന്ന് ദീർഘമായി നിസ്കരിച്ചു ബാക്കിയൊന്നൊരു മാറ്റമില്ല എന്നാണെങ്കിൽ കാര്യമൊന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞല്ലോ, കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്രയെത്ര നോമ്പുകാരുണ്ട്, ആ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ മറ്റൊന്നുമില്ല. വകമ്മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര നിസ്കാരക്കാരുണ്ട്, ആ നിസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നല്ലാതെ വേറൊന്നുമില്ല. അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു, ഉറങ്ങാതെ വന്ന് നിസ്കരിച്ചു, ആ ഉറക്കാണ് പോയി കിട്ടി, അല്ലാതെ വേറെ ഒരു കാര്യവുമില്ലാത്ത നിസ്കാരക്കാർ എത്രയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നന്മകൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് സ്വകാര്യമായ ചില അമലുകൾ നമുക്ക് വേണം. അതിപ്പോൾ നിസ്കാരം നോമ്പ് നയിക്കോളുന്നില്ല. ഏറ്റവും സ്വകാര്യമായി ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന, ഭാര്യ പോലും അറിയാത്ത, മക്കൾ പോലും അറിയാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്വകാര്യമായ ചില അമലുകൾ അത് നമുക്ക് ഉണ്ടാവണം. ഏറ്റവും സുരക്ഷിതമായ, പരലോകത്ത് കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന, അതിൽ ഒരു ലോകമാന്യം വരാത്ത,
ഒരു നാലാളോട് പറഞ്ഞിട്ട് വാത്തിലാക്കാത്ത, നമ്മുടെ റബ്ബും മാത്രം അടഞ്ഞ ചില സ്വകാര്യമായ നന്മകൾ, അതെന്തുമാവാം. ഒരാളെ സഹായിച്ചതാവാം, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാവാം, ഒരു തിന്മയിൽ വിട്ടുന്നതാവാം, അതൊക്കെ നന്മയാണ്. ഏതുമാകാം. ഗുഹയിലകപ്പെട്ട മൂന്നാളുകളെ കഥ കേൾക്കാത്തവർ നമ്മൾ ആരുമില്ല. 3 മനുഷ്യന്മാർ യാത്ര ചെയ്ത് അങ്ങനെ രാത്രിയായപ്പോൾ ഇനി ഏതായാലും നമുക്ക് രാത്രി പോകാൻ കഴിയില്ല, എവിടെയെങ്കിലൊക്കെ ഒന്ന് രാത്രി കൂടാം, ഇനി രാവിലെ പോകാം എന്ന് ആലോചിച്ചിങ്ങനെ നോക്കുമ്പോഴാണ് നല്ലൊരു ഗുഹ കണ്ടു. നബി തങ്ങൾ പറഞ്ഞ കഥയാണ്. അങ്ങനെ ഹത്താ ഇദാ ആവാഹുൽ മബീതു ഇദൽ ഖാർ, ആ ഗുഹ കണ്ടപ്പോൾ തിരക്കിടില്ല, സുരക്ഷിതമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒക്കെ കയറി പരിശോധിച്ച് നോക്കുമ്പോൾ സുരക്ഷിതമാണ്, നമുക്ക് രാത്രി കൂടാൻ പറ്റും, എന്നാൽ രാത്രി ഇവിടെ കൂടാം. എന്നാൽ 3 ആളും കൂടി ആ ഗുഹയിൽ കയറി അവിടെ നമുക്ക് രാത്രി കഴിച്ചു കൂട്ടാം, രാവിലെ നേരം വെളുത്തിട്ട് ഇനി ബാക്കി യാത്ര തുടരാം എന്നെനിക്ക് 3 ആളും കൂടെ ഗുഹയിൽ എങ്ങനെ കയറി അവിടെ ഇരുന്ന് ഒരു രാത്രി സ്വസ്ഥമായി കൂടാൻ പറ്റിയ ഇടം കിട്ടിയ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഉള്ളിലിരിക്കുമ്പോഴാണ് ഹത്താ ഇദൻ ഹദറത്ത് സുഖ്റ, ഒരു വലിയ പാറക്കല്ലിങ്ങനെ മേലെന്ന് കണ്ടുകൊണ്ട് ഒന്നാകണ്ട് ഉതിർന്ന് വീണിട്ട് ആ ഗുഹാമുഖം കണ്ട് അടഞ്ഞു പോയി എന്നാണ്. വലിയ കല്ല് മേലെ ഉരുണ്ടിട്ട് വന്നു, നേരിട്ട് വന്ന് ആ ഗുഹയുടെ മുഖത്തേക്ക് വന്ന് ജാമായി, അതുകൂടി അടഞ്ഞു. ഒരു നിലക്കും അനക്കമില്ലാത്ത വിധം ആ ഗുഹാമുഖം പൂർണ്ണമായും അടഞ്ഞു. വെളിച്ചം പോലും കിട്ടാതെ, ഒരു ശ്വാസം പോലും കിട്ടാതെ അതിനുള്ളിൽ കിടന്ന് മരിക്കുമെന്ന ഒരവസ്ഥയ്ക്കുള്ളിലെത്തി. 3 മുത്തം മനുഷ്യന്മാർ എല്ലാ ശക്തിയും എടുത്ത് ഉന്തി നോക്കിയിട്ടും യാതൊരു അനക്കവുമില്ല. അത്രയും വലിയ കല്ല് വന്നിട്ട് അടഞ്ഞതാണ്. എന്ത് ചെയ്യും? ഈ ഗുഹയിൽ കിടന്ന് മരിക്കാനായിരിക്കും നമ്മളെ വിധി. നിവൃത്തി ചെല്ലും. ഇന്നത്തെ മാതിരി ഫോണും വാട്സപ്പും മെസ്സേജ് അയക്കാനും വിളിക്കാനും സംവിധാനം ചെല്ലും. ഇതിനുള്ളിൽ കിടന്ന് മരിക്കാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് നിരാശരായി ആ ഗുഹയിൽ നിൽക്കുമ്പോൾ ഒരു പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ഇഖ്ലാസുള്ള കർമ്മമെടുത്ത് പഠിച്ചോണ്ട് ദ്വാരിക്കുക. നമ്മൾ ആത്മാർത്ഥമായി ചെയ്ത അമല് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കാം, ഒരുപക്ഷെ അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തിയേക്കാം. അങ്ങനെയാണ് 3 ആളെന്ന് പറയുന്നത്. ഒരു കുടുങ്ങിയ സമയത്ത് എടുക്കാൻ പറ്റിയ അമൽ, ഇഖ്ലാസുള്ള അമൽ. 3 ആളും പ്രാർത്ഥിച്ചു. ആ 3 ആളും എടുത്തു പറഞ്ഞത് ഓരോ നിസ്കാരം, ഓരോ നോമ്പോ, ഓരോ സക്കാത്തോ, ഓരോ സ്വതക്കയോ ഒന്നുമായിരുന്നില്ല. ഒരാൾ പറഞ്ഞത് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നന്മയെ പറ്റിയാണ്. ഉമ്മാക്കും ബാപ്പാക്കും ഞാൻ അത്രയും ഹിദ്മ ചെയ്യാൻ തയ്യാറായിരുന്നു. ഞാൻ പട്ടിണിയാണെങ്കിലും ഉള്ള ഭക്ഷണം ഉമ്മാക്കും ബാപ്പാക്കും കൊടുത്തിട്ട് എൻ്റെ കുട്ടികൾക്ക് വരെ കൊടുക്കലുള്ളൂ. ഒരിക്കൽ ഞാൻ ഭക്ഷണവുമായി രാത്രി വന്നപ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്, മക്കളൊക്കെ വിശന്ന് പൊരിയാണ്. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൊടുത്തില്ല. ഉമ്മ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി കുട്ടികൾക്ക് എന്നാൽക്കും ഉമ്മാനെയും കാത്തുന്നു. കുട്ടികളൊക്കെ ഒരുപാട് കരഞ്ഞെങ്കിൽ ഞാൻ സമ്മതിച്ചില്ല, ഉമ്മ കൊടുക്കട്ടെ, ഉമ്മ തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി. അവസാനം വിശന്ന് പൊരിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി. ആ ഉമ്മാക്കും വേണ്ടി ഞാൻ കാത്തുന്നു. റബ്ബേ, നിൻ്റെ വജഹ് മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് നിനക്കറിയുമെങ്കിൽ റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഉമ്മാക്ക് ചെയ്തു കൊടുത്ത സേവനം, ഉമ്മാക്ക് കൊടുത്ത പ്രാധാന്യം, ഉമ്മാനും ബാപ്പാനും അയാൾ പരിഗണിച്ചത്. നബി തങ്ങൾ പറയാണ്, ആ ദുആ കഴിഞ്ഞപ്പോൾ ആ കല്ല് ലേശാണ് നീങ്ങിയതാണ്. ഈ 3 മുത്തം മനുഷ്യന്മാർ തള്ളിയിട്ട് നീങ്ങാത്തൊരു പാറ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ലേശാണ് നീങ്ങാണ്. 2-മത്തെ പ്രാർത്ഥിച്ചത്, പഠിച്ചോനെ എനിക്കൊരു എളാപ്പാൻ്റെ മകളുണ്ടായിരുന്നു, എനിക്കവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഞാൻ പലപ്പോഴായി അവളെ പ്രാപിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ സമ്മതിക്കാതെ മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഓർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു. വേറൊരു നിവൃത്തിയില്ലാതെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പൈസ കടം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൈസ തരാം, കടല്ല, പൈസ ഞാൻ ഫ്രീ തരാം, പക്ഷെ എൻ്റെ ശരീരം എനിക്ക് സമർപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓർക്ക് ഇത് വേറെ നിവൃത്തിയില്ല, പൈസ കിട്ടില്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ മനമില്ല മനസ്സോടെ അവൾ എൻ്റെ താല്പര്യത്തിന് വിധേയമായി ഞാനുമായി ശാരീരിക ബന്ധത്തിന് അവൾ സമ്മതിച്ചു. ഞാൻ പൈസ കൊടുത്തു. അങ്ങനെ അവളുമായി ബന്ധപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തു വന്ന് അവളുടെ കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നു. ആ സമയത്ത് ഓളനോട് പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫ്ദിൽ ഖാതമ ഇല്ലാ ബിഹഖ്ഖിഹി, അള്ളാനെ പേടിക്കണം കേട്ടോ, അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ, അവകാശമില്ലാതെ എൻ്റെ കന്യകത്വം
നീ നീക്കരുത് എന്നവൾ പറഞ്ഞപ്പോൾ ഇത്തക്കില്ലാന്നാണ് കേട്ടപ്പോൾ ഞാനാകെ പ്രയാസപ്പെട്ടു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഒഴിവായി പോന്നു. എൻ്റെ പൈസ ഒക്കെ വിട്ടെടുത്ത് എനിക്ക് ആ പൈസ വേണ്ട എന്ന് പറഞ്ഞ അത്രയും കാലം ആഗ്രഹിച്ച ആ തെറ്റ് ചെയ്യാൻ എല്ലാ അവസരവും ഒത്തു കിട്ടിയപ്പോൾ ഇത്തക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റബ്ബിനെ പേടിച്ചുകൊണ്ട് അവിടുന്ന് പിന്മാറിപ്പോന്നു. റബ്ബേ, നിൻ്റെ വജഹല്ലാത്ത വേറെ ഒരു ഉദ്ദേശം എനിക്ക് അതിലില്ല. തെറ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യവും അനുകൂലമാണ്, ഒരു പ്രയാസങ്ങളുമില്ല. പക്ഷെ അള്ളാഹനെ പേടിച്ചു മാത്രം ഞാനവിടെ പോകുന്നതാണ്. റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കല്ല് പിന്നെയും നീങ്ങിന. അപ്പം അയാൾ ചെയ്ത അമലിപ്പം എന്താ? ഒരു തിന്മീന്ന് മാറിന്നാണ്. ഹറാമ് ചെയ്യാൻ അവസരം ഒത്തു വന്നിട്ടും പഠിച്ചവനെ പേടിച്ച് ഒഴിഞ്ഞു. അതാ അയാൾ ചെയ്തത്. മൂന്നാമൻ ചെയ്തത് അയാൾ പറഞ്ഞത്, ഞാൻ ഒരാളെ പണിക്ക് വിളിച്ചു, ഒരു കൂലിക്കാരനെ വിളിച്ചു. അയാൾ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് പണി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കൂലി എടുത്തപ്പോൾ അയാൾ പറഞ്ഞു, അതവിടെ നോട്ടെ, ഞാൻ പിന്നെ എപ്പോഴും വാങ്ങിക്കോളാം, ഇപ്പോൾ അടക്കട്ടെ, ഒരു ആവശ്യമുള്ള സമയത്തും വരാം, അപ്പം ഞാൻ വാങ്ങാമെന്നും പറഞ്ഞ് ഇയാൾ കൂലി വാങ്ങാതെ പോയി. ഞാനേതായാലും ആ പൈസ കൊണ്ട് ഒരു ആടിൻകുട്ടിയെ വാങ്ങി വിട്ടു. ഈ ആടെങ്ങനെ വലുതായി, അത് പിന്നെ പ്രസവിച്ചു, ഇതിന് മക്കളായി, ആ മക്കൾ വലുതായി, അതും പ്രസവിച്ചു. ഇവനൊട്ട് വന്നൊന്നുമില്ല. കുറേ കാലം കഴിഞ്ഞു. ഇതെങ്ങനെ പെറ്റുപെരുകി വലിയ ഒരു ആട്ടിൻ പറ്റ ഒന്നാകെ എനിക്കുണ്ടായി. വലിയ ആടിൻ്റെ മുതലാളിയായിട്ട് ഇയാൾ മാറി. കുറേ കാലത്തിന് ശേഷം ഈ മനുഷ്യൻ വന്നു. ഇയാൾ വന്നു, ഞാൻ പണ്ട് ഇവിടെ പണിയെടുത്തിരുന്ന ആളാണ്, അന്നൊരു കൂലി വാങ്ങാതെ പോയിട്ടുണ്ട്, ആ കൂലി തരണം, എനിക്ക് അത്യാവശ്യമാണ്, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ റബ്ബേ, ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ അയാൾ പറയാം? അയാൾ കൂലിക്ക് ആടിനെ വാങ്ങി, ആ ആടാണ് ഈ കണ്ട ആട്ടിൻകൂട്ടം മൊത്തം ഉണ്ടാവാൻ അടിസ്ഥാനമായി മാറിയത്. അയാൾ കൂലി കൊടുക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, ഇതൊക്കെ ശരിക്കും അയാൾക്ക് അവകാശപ്പെട്ടതാണല്ലോ. ഞാൻ അയാളോട് പറഞ്ഞു, ഇത് മുഴുവൻ നിൻ്റെ കൂലിയാണ്, ഇത് കൊണ്ടേക്കോ, ഈ ആട് മൊത്തം കൊണ്ടേക്കോ പറഞ്ഞു. അപ്പം അയാൾ ചോദിച്ചു, എന്താ ആളെ പരിഹസിക്കുകയാണോ? ഞാൻ പണിയെടുത്ത കൂലിക്കെന്നപ്പോൾ ആളെ കളിയൊക്കെ അയച്ചു. അല്ല, ഇയാൾ ഉണ്ടായ ചരിത്രമൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവിടുത്തെ മുഴുവൻ എടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ വലിയ ആട്ടിനും പറ്റത്ത ഒന്നാകെ അയാൾ അങ്ങനെയാണ്ട് തെളിച്ചു കൊണ്ടുപോയി. എനിക്കൊരു പ്രയാസം തോന്നിയില്ല. ഞാൻ സന്തോഷത്തോടെ ഞാൻ നോക്കിയിരുന്നു. ഈ മുഴുവൻ ആട്ടിനും പറ്റും അയാളെ കൊണ്ടുപോകണ കണ്ടപ്പോൾ സന്തോഷത്തോടെ നോക്കിക്കല്ല, എനിക്കൊരു വിഷമമുണ്ടായിട്ടില്ല. റബ്ബേ, അത് നിൻ്റെ വജഹ് മാത്രമാണ് ഞാനിതിൽ കാക്ഷിച്ചത്, വേറൊന്നുമില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പാറ പിന്നെയും നീങ്ങി. അങ്ങനെ മൂന്നാക്കും പുറത്തിറങ്ങാൻ പറ്റാവുന്നൊരു അവസ്ഥ ഉണ്ടായി. ഒരു പുറത്തിറങ്ങി രക്ഷപ്പെട്ടുവെന്നാണ് നബി തങ്ങൾ പറഞ്ഞ ആ ഒരു കഥ. ഇതൊരു വെറുതെ നബി ഒരു കഥ പറഞ്ഞാവുന്നല്ലോ, വഹി പ്രകാരം കിട്ടിയ വിവരമാണ്. അല്ലെ, നബി വെറുതെ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി കഥ പറയില്ല. വഹി പ്രകാരം അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പണ്ടെന്നോ നടന്ന സംഭവം, അത് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരണം. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനത്തെ ചില സ്വകാര്യമായ ചില സമ്പാദ്യങ്ങൾ കർമ്മങ്ങളുടെ വിഷയത്തിൽ നമുക്കുണ്ടാവണം. അത് പക്ഷെ ആരും അറിയണമെന്നില്ല. ഭാര്യയ്ക്ക് പോലും അറിയില്ല, കുട്ടികൾക്ക് പോലും അറിയില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഒരാളും അറിയാനും പേരിനും വേണ്ടിയല്ല, എവിടെയും നമ്മളെ പേര് വിളിച്ചു പറയാനല്ല, പടച്ച റബ്ബിൻ്റെ വജഹ് മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ, അതെന്തുമാവാം. ഈ പറഞ്ഞ പോലെ ഒരു തിന്മയിൽ നിന്ന് മാറുന്നതായിരിക്കും ചിലപ്പോൾ. ഒരു ഹറാമ് ചെയ്യാൻ എല്ലാ സാഹചര്യവും കിട്ടി, അല്ലെങ്കിൽ ഒരു വലിയ കോടികളെ സമ്പാദ്യം വരാൻ പറ്റാവുന്നൊരു ബിസിനസ്, നമ്മളതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ച് പഠിച്ച് ഒക്കെ ഏകദേശം റെഡിയായി, നമുക്കത് കൂടാൻ കടമാനം ലാഭം കിട്ടും. അങ്ങനെയാണ് നമ്മളൊരു പരിചയമുള്ള ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറ്റൂതല്ലോ, അത് ഹറാമാണ്, അത് പലിശയാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയൊന്നും ആലോചിച്ചാണ് ഒഴിവാക്കി. അത് വേണ്ട, പാടില്ലെങ്കിൽ വേണ്ട, ഹറാമാണെങ്കിൽ വേണ്ട, അത് ഒഴിവാക്കി. അത് വലിയ കാര്യമായിരിക്കും, ഒരുപക്ഷെ കോടികളൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന വഴിയാണ്. ഇത് ഹറാമെന്ന് ആണ് കേട്ടപ്പോൾ അല്ലാഹ് ഹറാമാക്കിയതാണെന്ന് എനിക്ക് വേണ്ട, അതിനാണ് പിന്മാറിപ്പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്വകാര്യമായ സമ്പാദ്യം, ആരും അറിയാത്ത ഏറ്റവും സ്വകാര്യമായി എടുത്തു വെച്ച പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, ദുനിയാവിനും ഒരു പക്ഷേ ആ മൂന്നാളെ കുടുങ്ങിയ പോലെ കുടുങ്ങുമ്പോൾ ഒന്ന് അള്ളാഹിന് മുമ്പിൽ എടുത്തു പറയാൻ കൂടി പറ്റുന്ന രൂപത്തിലുള്ള സ്വകാര്യമായ ചില നിക്ഷേപങ്ങൾ, സമ്പാദ്യങ്ങൾ അമലായി നമുക്കുണ്ടാവണം. അതൊക്കെ ഈ റമദാനിൽ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ആയുഷ്കാലം മുഴുവനും
ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ഒരു വെളിച്ചം നമ്മുടെ മുമ്പിൽ കിട്ടും. ജീവിതത്തിൽ നമുക്കൊരു വഴികാട്ടി ഉണ്ടാവും. പടച്ചറബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വഴികാട്ടി, ഒരു ഹാദി നമുക്കുണ്ടാവും. ആ വെളിച്ചത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ആയുസ് എത്ര നമുക്കറിയില്ല, ജീവിച്ചത്ര കാലം ഇനി ജീവിക്കില്ല എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എത്ര വയസ്സായി, അത്രയും കൂടി ഉണ്ടാവുമോ, അപ്പോൾ ഏതായാലും ഉണ്ടാവില്ല എന്നേ നമ്മളൊക്കെ ചിന്തിക്കുന്നുള്ളൂ. ഇനിയൊന്നും അധികം ഉണ്ടാവില്ല, കഴിയാനായി എന്നാണ്. ചെറുപ്പക്കാരാണെങ്കിൽ പോലും നമ്മളെപ്പറ്റി പറയുന്നതാണ്, ഏതായാലും അധികമൊന്നും ഉണ്ടാവില്ല, ഇനി ജീവിച്ചത്ര ഏതായാലും ഇനി ഉണ്ടാവില്ല എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക. അങ്ങനത്തെ ചിന്തിക്കേണ്ടതും. അതുകൊണ്ട് എത്ര ആയാലും ചിലപ്പോൾ 1 കൊല്ലം കിട്ടും, 2 കൊല്ലം കിട്ടും, ചിലപ്പോൾ 10 കൊല്ലം കിട്ടും, ചിലപ്പോൾ 50 കൊല്ലം ജീവിക്കും. അള്ളാഹു കഴിയുമ്പോൾ പറയാൻ പറ്റില്ല. എത്രയാണെങ്കിലും ഉള്ള ആയുസ് ഒരു ശരിയായ തർത്തീബിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ആ യാത്ര ദുനിയാവിൽ നിന്നാണ് പോകുമ്പോൾ ആ ഒരു പോക്ക് സ്വർഗത്തിലേക്കാവണം. അല്ലെങ്കിൽ എല്ലാം നഷ്ടമാണ്. ഈ നോമ്പോറ്റം നഷ്ടമാണ്, ഇവിടെ നിന്ന് ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്നിരുന്ന ക്ലാസ് എടുത്ത് എനിക്ക് നഷ്ടമാണ്, കേട്ട് നിങ്ങൾക്കും നഷ്ടമാണ്. എല്ലാം നഷ്ടമായി മാറും ആ യാത്ര നരകത്തിലേക്കാണെങ്കിൽ. എന്തതുകൊണ്ട് കാര്യമുള്ളത്? ഇന്നും നോമ്പ് വയ്ക്കാതെ മൂക്കറ്റ ഭക്ഷണം കഴിച്ച് ചാടിക്കളിച്ച് എല്ലാ തോന്നിയാസവും കണ്ട് കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഓർക്ക് അതെങ്കിലും കിട്ടിയായിരിക്കാം. നമ്മളതൊക്കെ ഒഴിവാക്കി എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാണ്. എന്തിനും സ്വർഗം കിട്ടിയില്ലെങ്കിലോ നമ്മൾ ദുഞ്ഞാവും പോയി, പരലോകവും പോയി. അവിടെ നമ്മൾ ദുഞ്ഞാവ് പോയാലും വേണ്ടില്ല, പരലോകം നഷ്ടപ്പെടരുത്. പരലോകമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആഖിറത്തു ഖൈറും വ അബ്ഖാ, ഏറ്റവും ഖൈറായത് എന്നും അവശേഷിക്കുന്നത് ആഖിറമാണ് എന്ന പടച്ചറബിൻ്റെ ആ ഒരു വചനം ഗൗരവമായി കണ്ടുകൊണ്ട് സ്വർഗം മനസ്സിൽ ആഗ്രഹിച്ച് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നരകത്തെ പേടിച്ച് പടച്ചറബിനെ സൂക്ഷിച്ച് ആ ഒരു ജീവിത രീതിയിലേക്ക് മാറ്റി എടുക്കാൻ ഈ ഒരു മാസം നമ്മൾ ജിഹാദ് ചെയ്താൽ ബാക്കിയുള്ള കാലം എത്രയാണെങ്കിലും ശരി അത് നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ സാധിക്കും. ആ നിലയ്ക്ക് നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീനാ ജമീഅ.